ഹായ്. ഞാനും എൻ്റെ കസിനും കൂടി ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ഇന്നത്തെ ദിവസം. അപ്പം വീക്കെൻഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പം പുള്ളിക്കാരിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, നടക്കാനുള്ള മടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സൊല്യൂഷനുണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടി ആപ്ലിക്കേഷൻ ത്രൂ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടി ആപ്ലിക്കേഷൻ വഴി എടുത്തിട്ട് ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ്. തുടക്കത്തിലൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ലൈം സ്കൂട്ടീസ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ലേ, പറന്ന് നടക്കുവാണ്. സോ ഫുൾ ഡേ ഞങ്ങളിന്ന് ലൈം സ്കൂട്ടി തന്നെയായിരുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ. അങ്ങനെ ഡേ 1ഉം ഡേ 2ഉം അങ്ങനെ വീക്കെൻഡ് ഫുള്ളും ലൈം സ്കൂട്ടറിൽ തന്നെ അങ്ങ് പൊളിച്ചു. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെറിയ നോട്ട് തരാം, ഇതെങ്ങനെയാണ് ഈ ലൈം സ്കൂട്ടി നമ്മൾ ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്യുന്നതെന്ന്. ലൈം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പം ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പോലെ മേളിൽ അതിൻ്റെ സ്കാൻ കോഡുണ്ട്, സ്കാൻ ചെയ്യുക. 3 ടൈപ്പ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ട്രയൽ ചെയ്യാനാണെങ്കിൽ 3 ഡേയ്സ് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി ചെയ്യാം, ഇനി വീക്ക്ലി വേണമെങ്കിൽ വീക്ക്ലി ചെയ്യാം. അത് നിങ്ങളുടെ യൂസേജ് കണക്കിരിക്കും. പിന്നെ നമുക്കിപ്പം ഗ്രൂപ്പ് റൈഡാണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഗ്രൂപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് റൈഡ് ഓപ്ഷൻസും ഉണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുക. സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കും, ബീപ്പ് സൗണ്ട്. അതിനുശേഷം ഒരു നമ്മുടെ സ്കൂട്ടിയുടെ ലൈറ്റും ഓണാവും. സ്കൂട്ടി അവൈലബിലിറ്റി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കും, എവിടേക്കാണ് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത്. സോ പ്ലീസ് ട്രൈ ചെയ്യാത്ത ആൾക്കാർ ട്രൈ ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പം മറക്കണ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ചാനൽ. ബൈ, ടേക്ക് കെയർ.